Hi all, നമുക്ക് question number 18 നോക്കാം. എന്താണ്? Let A is equal to Z belongs to C, modulus of Z minus 2 is less than or is equal to 4, and B such is equal to Z belongs to C, modulus of Z minus 2 plus modulus of Z plus 2 is equal to 5. Then the maximum value of modulus of Z1 minus Z2 such that Z1 belongs to A and Z2 belongs to B. Actually, നമുക്ക് കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് നമ്പറും കോണിക് സെക്ഷനും മിക്സ് ആയിട്ടുള്ള ജോമെട്രിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 4 അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അത് ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഇൻസൈഡിലെ പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? അതായത് അതിന്റെ സെന്റർ എവിടെ വരും? 2,0 വരും. റേഡിയസ് എവിടെ വരും? അവിടെ യെസ് 4 എന്ന് തന്നെ വരും. റെഡിയല്ലേ? റേഡിയസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 4 ആയിരിക്കും. ആൻഡ് സെൻറ്റർ എന്തായിരിക്കും അവിടെ മക്കളെ? 2,0 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയല്ലേ? യെസ്. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്താക്കാം? ആ സർക്കിൾ ഒന്ന് വരച്ച് വെച്ചേക്കാം. ഓക്കെ. ആ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാരം ഒഴിവാകും. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് സെൻറ്റർ 2,0, റേഡിയസ് 4 ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ സെൻറ്റർ ഇവിടെയാണ്, 2,0 ആണ്. അപ്പോൾ റേഡിയസ് 4 എന്ന് ഇവിടുന്ന് എന്താണ് 4 യൂണിറ്റ് അങ്ങോട്ടേക്ക് വേണം അല്ലേ? 4 യൂണിറ്റ് അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫിഗർ വരക്കാം. കുറച്ച് വലുതാക്കി വരും. ഓക്കെ. ഇവിടെ നോക്കണേ 1 അല്ലെ, അതേപോലെ 2, 3, 4, 5, 6, 7 അതേ അളവിൽ കൊടുക്കുകയാണെങ്കിൽ -1, -2, -3, -4. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ 2,0 എന്ന് പറഞ്ഞ സ്ഥലം. റെഡിയല്ലേ? ഇനി ഇതിൻ്റെ ഒരറ്റം എന്ന് പറയുമ്പോൾ 6 ഇവിടെ ആയിരിക്കും. അടുത്തറ്റം 4 യൂണിറ്റ് ഇങ്ങോട്ടേക്ക് 1, 2, 3, 4. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ സർക്കിള് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് വരിക? സർക്കിൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് വരിക അല്ലേ? അയ്യോ, റെഡിയല്ലേ? സർക്കിൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് വരിക. സെറ്റ്. റെഡിയല്ലേ? ഇനി അടുത്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു എലിപ്സ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. ഇതൊരു എലിപ്സ് ആണ്. അപ്പോൾ അത് എലിപ്സിൻ്റെ എന്താണ്? യെസ്, ഫോക്കസുകളാണ് ഈ പറഞ്ഞ എന്താണ് 2ഉം അതേപോലെ തന്നെ -2 എന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് ഓക്കെ നോക്കണേ, അതിൻ്റെ ഫോക്കസുകളാണ് 2ഉം അതേപോലെ തന്നെ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയല്ല? അപ്പോൾ എലിപ്സ് ആണ് വിത്ത് ഫോക്കൈ എന്താണ്? യെസ്, +or-2,0 എന്ന് വരും. മനസ്സിലായല്ലേ? +or-2,0 അല്ലേ? അപ്പോൾ എലിപ്സിൻ്റെ എന്താണ്? യെസ് 2a ആണ്. അഥവാ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ആണ് എന്താണ്? 5. അപ്പോൾ a ഇസ് ഈക്വൽ ടു എന്താണ്? 5/2 എന്ന് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ ഫോക്കസ് +or-2,0 ആയതുകൊണ്ട് തന്നെ സെൻറ്റർ എവിടെയാണ്? സെൻറ്റർ ഒറിജിനിലാണ്. മനസ്സിലായില്ലേ? സെൻറ്റർ ഒറിജിനിലാണ്. അപ്പം ഫോക്കസ് എന്ന് പറഞ്ഞ സാധനം ഒന്ന് ഇവിടെ വരും അല്ലെ? 2,0. മറ്റേ എവിടെയാണ്? -2,0 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ മേജർ ആക്സിസിൻ്റെ ഒരറ്റം എന്ന് പറഞ്ഞാൽ 5/2 എന്ന് പറഞ്ഞാൽ 2.5 ഇവിടെ വരും. അടുത്തായിട്ട് -2.5 ഇവിടെ വരും. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ എലിപ്സ് ഞാൻ എന്ത് ചെയ്യണം മക്കളെ? വരയ്ക്കുകയാണ്. ഇതായിരിക്കും ഏകദേശം എന്ത് ചെയ്യുക? ആ എലിപ്സ് വരിക. റെഡിയല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? എലിപ്സിൻ്റെ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം കേട്ടോ. ഇതൊരു എലിപ്സിൻ്റെ ഫോർമാറ്റാണ്. ഇത് സർക്കിളിൻ്റെ ഫോർമാറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. റെഡിയല്ലേ? അപ്പോൾ ഇനി അടുത്തത് ദെൻ മാക്സിമം വാല്യൂ ഓഫ് Z1 - Z2 അല്ലേ? വേർ Z1 ബിലോങ്സ് ടു A ആൻഡ് Z2 ബിലോങ്സ് ടു B അല്ലേ? അതായത് അടുത്ത ചോദിച്ചാൽ ഈ Z1 മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മോഡുലസ് ഓഫ് Z1 - എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിലുള്ള ദൂരത്തിന്, Z1ഉം Z2ഉം തമ്മിലുള്ള ദൂരത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ Z1 എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, Z2 എലിപ്സിലാണ്. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ദൂരം മാക്സിമം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡിയല്ലേ? അപ്പോൾ എലിപ്സും സർക്കിളും തമ്മിൽ ഒരുപാട് ദൂരങ്ങൾ നമ്മൾ ഇതൊരു ദൂരമാണ്. റെഡിയല്ലേ? ഇതൊരു ദൂരമാണ് അല്ലേ? അതേപോലെ ഇതൊരു ദൂരമാണ്, അങ്ങനെ ഒരുപാട് ദൂരങ്ങൾ നമുക്ക് എടുക്കാം. അതിൽ ഏറ്റവും മാക്സിമം ദൂരം എന്ന് പറഞ്ഞാൽ എലിപ്സ് നിന്ന് നമ്മൾ ഏത് പോയിന്റ് എടുക്കണം? ഏറ്റവും മാക്സിമം എടുക്കണമെങ്കിൽ എലിപ്സ് നിന്ന് ഈ പോയിന്റും അല്ലെ, അതേപോലെ തന്നെ സർക്കിൾ നിന്നാക്കണം മക്കളെ ഈ പോയിന്റ് എടുക്കണം. റെഡിയല്ലേ? യെസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതായത് ഈ ദൂരം അല്ലെ, ഞാൻ ഈ റെഡിനെ കൊണ്ട് ഇതാണ് ഏറ്റവും മാക്സിമം. അപ്പോൾ നമുക്ക് ആക്ച്വലി മോഡുലസ് ഓഫ് Z1 - Z2 എന്ന് പറഞ്ഞാൽ എലിപ്സും സർക്കിളും തമ്മിലുള്ള മാക്സിമം ദൂരം എന്നതാണ് ചോദ്യം. റെഡിയല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ദൂരത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആ ദൂരം വളരെ എളുപ്പമാണ് അല്ലേ? കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 6 ആണ്. റെഡിയല്ലേ? 6 ആണ് അല്ലേ? പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 5/2 ആണ്. -5/2 എന്ന് എഴുതിയേക്കരുത്, കാരണം ദൂരം എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ 6 + 5/2 വരും അല്ലേ? അപ്പോൾ 2 × 6 നമുക്ക് 12, 12 + 5 എന്ന് പറഞ്ഞാൽ 17 / എന്താണ് 2 എന്ന് വരും നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ?
17 divided by 2 is the right answer. ഓക്കെ, ഓപ്ഷൻ 3. അപ്പോൾ അത് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ ടാസ്ക്, വേറെ ഒന്നും അതിൻ്റെ ടാസ്ക് അല്ല.